ആകാശവാണി അന്ധതാ നിവാരണ വാരവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ 7 വരെയാണ് അന്ധതാ നിവാരണ വാരമായി ആചരിക്കുന്നത്. പ്രതിരോധിക്കാവുന്ന അന്ധതയെക്കുറിച്ചും നേത്രാരോഗ്യത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുക എന്നതാണ് ഈ വാരാചരണത്തിന്റെ ലക്ഷ്യം. കാഴ്ചശക്തി എന്നത് മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ അശ്രദ്ധ കൊണ്ടും ശരിയായ അറിവില്ലായ്മ കൊണ്ടും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഓരോ വർഷവും കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ നേത്രപരിശോധന നടത്തേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക, മരണാനന്തര നേത്രദാനത്തെ പ്രോത്സാഹിപ്പിക്കുക, കാഴ്ച വൈകല്യങ്ങളിലേക്ക് നയിക്കുന്ന രോഗങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയുക എന്നിവയാണ് അന്ധതാ നിവാരണ വാരത്തിന്റെ ലക്ഷ്യം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് അന്ധത ബാധിച്ചവരിൽ 80% ആളുകളുടെയും കാഴ്ചശക്തി ശരിയായ ചികിത്സയിലൂടെ വീണ്ടെടുക്കാവുന്നതോ അല്ലെങ്കിൽ തുടക്കത്തിലെ തടയാവുന്നതോ ആണ്. തിമിരം, ഗ്ലോക്കോമ, പ്രമേഹം മൂലമുണ്ടാകുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, കുട്ടികളിലെ വിറ്റാമിൻ എ കുറവ് എന്നിവയാണ് അന്ധതയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. ഇതിൽ തിമിരം പോലുള്ള പ്രശ്നങ്ങൾ ലളിതമായ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാവുന്നതാണ്. എന്നാൽ നിശബ്ദനായ കാഴ്ച മോഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗ്ലോക്കോമ പോലുള്ള രോഗങ്ങൾ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുകയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതിനാൽ 40 വയസ്സിന് മുകളിലുള്ളവരും പ്രമേഹ രോഗികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും നേത്രപരിശോധന നടത്തേണ്ടതുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ട ഒരാളുടെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സമ്പൂർണമായ ജീവിത രീതിയെയും അവരുൾപ്പെടുന്ന സമൂഹത്തെയും അത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ധതയെ പ്രതിരോധിക്കേണ്ടത് വ്യക്തിഗതമായ ഉത്തരവാദിത്വമല്ല, ഒരു സമൂഹത്തിന്റെ കൂട്ടായ ബാധ്യതയാണെന്ന തിരിച്ചറിവാണ് അന്ധതാ പ്രതിരോധ വാരം മുന്നോട്ട് വയ്ക്കുന്നത്. 1960 രാജ്യത്ത് അന്ധതാ പ്രതിരോധ വാരത്തിന് തുടക്കമായത്. പിന്നീട് നിരവധി പദ്ധതികളിലൂടെ അന്ധതയ്ക്കെതിരായ ബോധവൽക്കരണവും ഇടപെടലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിവിധ സന്നദ്ധ സംഘടനകളും നടത്തിവരുന്നുണ്ട്. കാഴ്ച അവകാശമാണ് എന്ന പേരിൽ ലോകാരോഗ്യ സംഘടന തുടക്കമിട്ട ആഗോള പ്രചാരണവും അന്ധതയ്ക്കെതിരായ പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകർന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷമായി അന്ധത ബാധിച്ചവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുമ്പോഴും പ്രതീക്ഷിച്ച രീതിയിൽ മുന്നേറാൻ കഴിയാത്തതിന് പലവിധ സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങളുണ്ട്. നിലവിൽ ആകെ ജനസംഖ്യയുടെ 0.36% അന്ധതയുടെ നിരക്ക്. ഏകദേശം 45 ലക്ഷത്തോളം പേർ ഇന്ത്യയിൽ കാഴ്ച പരിമിതരാണ്. ലോകത്ത് ആകെയുള്ള അന്ധരുടെ കണക്കിൽ ഇന്ത്യ 30ാം സ്ഥാനത്താണ് ഉള്ളത്. സൗത്ത് സുഡാനിലാണ് ഏറ്റവും കൂടുതൽ അന്ധരുള്ളത്, ജനസംഖ്യയുടെ 2% പേർ. 2ാം സ്ഥാനത്ത് ഇന്തോനേഷ്യയാണ്, 1.8%. 3ാം സ്ഥാനത്തുള്ള മാലിയിൽ ജനസംഖ്യയുടെ 1.8%, 4ാം സ്ഥാനത്തുള്ള എത്യോപ്യയിൽ 1.6% പേരും അന്ധരാണ്. കേരളത്തിൽ അന്ധതയുടെ നിരക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് എന്നതാണ് പ്രധാന പ്രത്യേകത. 2001-2 കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയിൽ 0.56% അന്ധത ബാധിച്ചവരുണ്ടായിരുന്നു. ഇതാവട്ടെ ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. നിലവിൽ ഈ കണക്കിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് സംസ്ഥാന സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം, സ്കൂൾ തലത്തിൽ തന്നെ കണ്ണു പരിശോധന, ഉയർന്ന സാക്ഷരതയും ആരോഗ്യബോധവും എന്നിവയാണ് കേരളം ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റത്തിനുള്ള കാരണം. എന്നാൽ പ്രായമായ ജനസംഖ്യ കൂടുതലായതിനാൽ ഭാവിയിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. കാഴ്ച പരിമിതർ നേരിടുന്ന പ്രതിസന്ധികൾ വളരെ വലുതും വേദനാജനകവുമാണ്. എല്ലാ മനുഷ്യരെയും പോലെ സമൂഹത്തിൽ ഇടപെടാനുള്ള അവകാശവും ആഗ്രഹവുമുള്ള ഒരു കൂട്ടം ആളുകൾ. അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നത് സാമൂഹ്യപരമായി മാത്രമല്ല, മനുഷ്യത്വപരമായും കടുത്ത അനീതി തന്നെയാണ്. ഇവിടെ പരിമിതി ഒരു കുറവായി കാണുകയല്ല വേണ്ടത്, മറിച്ച് അത്തരക്കാരെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് സമൂഹം നടത്തേണ്ടത്. ചികിത്സ, ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തൽ, പുനരധിവാസം, തൊഴിൽ, സാമൂഹ്യ ഇടപെടൽ എന്നിവ ഉറപ്പാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരുകളും സന്നദ്ധ സംഘടനകളും നിരവധി ശ്ലാഘനീയമായ പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനൊപ്പം പൊതുസമൂഹവും പൂർണ്ണ പിന്തുണ നൽകേണ്ടതുണ്ട്. കാഴ്ച പരിമിതയും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവുമായ കൊട്ടാരക്കര സ്വദേശിനി തങ്കമ്മ ശിവരാമന്റെ വാക്കുകളിലേക്ക്. കാഴ്ചയില്ലാത്ത മനെ പോലെ ധാരാളം പേർ
ഇന്ന് ഇവിടെയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ പണികളും ഞാൻ ചെയ്തു പോകുന്നു. കാഴ്ചയില്ലാത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടുള്ള ഡോക്ടർമാരോ പണ്ടുള്ള മരുന്നുകളോ ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്. ഓരോ ഡോക്ടർമാരും അവരവരുടെ കഴിവിനനുസരിച്ചു ഇപ്പോൾ ഓരോ പഠനങ്ങളിൽ നിന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈയിടെ പത്തനംതിട്ട ജില്ലയിൽ ആലൻ എന്ന കുഞ്ഞിൻ്റെ ഹൃദയവും കണ്ണും കരളും എല്ലാം ഓരോരുത്തർക്കും പ്രയോജനപ്പെട്ടു പോയി. കാഴ്ച സംരക്ഷിക്കുന്നതിനായി ദൈനംദിന ജീവിതത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയ ക്യാരറ്റ്, മുരിങ്ങയില, പപ്പായ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കണ്ണിന് വലിയ ആയാസമുണ്ടാക്കുന്നുണ്ട്. ഇതൊഴിവാക്കാൻ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുന്ന 20-20-20 നിയമം പാലിക്കുന്നത് ഉചിതമായിരിക്കും. കൂടാതെ കണ്ണിൽ എന്ത് അസ്വസ്ഥതയുണ്ടായാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം ചികിത്സിക്കുന്നതും മരുന്നുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. കാഴ്ച പരിമിതിയെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണം നടത്തുന്നത് വളരെ പ്രധാനമാണെന്ന് അധ്യാപകനും അക്ഷരനാഥം ഫൗണ്ടേഷൻ പ്രസ്ഥാനത്തിന്റെ ചെയർമാനുമായ രജനീഷ്. അന്ധതാ നിവാരണം സമൂഹം ഒന്നടങ്കം വിചാരിച്ചാൽ അത് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. എല്ലാ കാഴ്ച പരിമിതരും ഇപ്പോൾ നെർവിന്റെ പ്രോബ്ലം കൊണ്ട് കാഴ്ച പരിമിതി വരുന്നവരല്ല, അല്ലെങ്കിൽ കോർണിയ ഇല്ലാത്തതുകൊണ്ട് കാഴ്ച പരിമിതി വരുന്നവരല്ല, അതുമല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ കൊണ്ട് കാഴ്ച പരിമിതി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനെ കുറെ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കണ്ണ് ദാനം ചെയ്യുക എന്നുള്ളൊരു സംവിധാനം ഇന്ന് നല്ലതുപോലെ നടക്കുന്നുണ്ട്. മരണശേഷം അവരുടെ കണ്ണുകൾ കൊടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് കാഴ്ചയായിട്ട് മാറും. അങ്ങനെ കണ്ണ് മാറ്റിവെച്ചാൽ കാഴ്ച ലഭിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും സമൂഹം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതരുടെ എണ്ണം ഇവിടെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനുദാഹരണം ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അവിടെ സർക്കാർ തന്നെ റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അത് അവരുടെ കണ്ണുകളെ നിർബന്ധമായും ദാനം ചെയ്തിരിക്കണം. അക്കാരണത്താൽ അവിടെ കാഴ്ചപരിമിതരുടെ അളവ് കുറവാണ്. വൈറ്റ് കെയിൻ എന്ന് പറയുന്ന ഉപകരണം കാഴ്ചപരിമിതരെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃത്ത് കൂട് ഉള്ളതുപോലെയാണ്. ഈ കെയിൻ ഉപയോഗിച്ച് നടക്കുകയാണെങ്കിൽ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് സുഗമമായി നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. ട്രാഫിക് സംവിധാനത്തിൽ വൈറ്റ് കെയിൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ യാത്രക്കാരും മറ്റുള്ളവരും ഈ വൈറ്റ് കെയിൻ കണ്ടാൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ ഇത്തരം പരിപാടികളിലൂടെയും മറ്റു പൊതു പരിപാടികളിലൂടെയും സ്ഥിരമായി അവതരിപ്പിച്ച് വരികയാണെങ്കിൽ കാഴ്ചപരിമിതർക്ക് അത് ഒരുപാട് ഉപയോഗം വരും എന്നുള്ളത് തന്നെയാണ്. ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കാഴ്ചപരിമിതരുടെ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ട രീതിയിലും അതിന് എന്താണോ വേണ്ടത് അത് സർക്കാരുകളും അതുപോലെ സന്നദ്ധ സംഘടനകളും മറ്റു പൊതുപ്രവർത്തകരും സാമൂഹ്യ സേവനം നടത്തുന്ന അംഗങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഞങ്ങളെപ്പോലുള്ള ഈ ഓർഗനൈസേഷനുകളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാഴ്ചപരിമിതരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. കാഴ്ചപരിമിതരായിട്ടുള്ള ഒരാള് ഒരിക്കലും വിദ്യാഭ്യാസത്തിന് പിന്നോട്ട് നിൽക്കാൻ പാടില്ല. അതിനും സമൂഹം ഈ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രാധാന്യം എന്താണോ അതിലും ഒരു മടങ്ങ് കൂടുതലായി വിദ്യാഭ്യാസത്തിനും കൂടെ പ്രോത്സാഹിപ്പിക്കണം. ഇനിയുള്ള നാളുകളിലെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതാവസാനം നമ്മുടെ കണ്ണുകൾ കാഴ്ചപരിമിതർക്ക് വേണ്ടി ദാനം ചെയ്യാമെന്നും നമ്മുടെ അറിവ് കാഴ്ചപരിമിതരുടെ വിജ്ഞാനത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവരെ നമ്മളിൽ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ ആരും വേറെയല്ല എന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി സമൂഹത്തിന് ഒരു അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തി സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ട് ഒപ്പം ചേർന്നുകൊണ്ട് പോകാമെങ്കിൽ ഇവിടെ കാഴ്ചപരിമിതരുടെ എണ്ണം കുറഞ്ഞു നിൽക്കും. കാഴ്ചയുടെ പ്രശ്നമില്ലാതെ നമ്മുടെ നാട് മുന്നോട്ട് നല്ല രീതിയിൽ പോകും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അന്ധതാ നിവാരണ പ്രവർത്തനങ്ങളിലെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് നേത്രദാനം. കോർണിയ തകരാറിലായതിനാൽ ലോകം കാണാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ മരണാനന്തര നേത്രദാനത്തിലൂടെ വെളിച്ചം നൽകാൻ സാധിക്കും. മരണമടഞ്ഞ് 6 മണിക്കൂറിനുള്ളിൽ കണ്ണുകൾ ദാനം ചെയ്യേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ മരണം 2 പേരിലെങ്കിലും കാഴ്ചയുടെ വെളിച്ചമായി മാറുന്നു എന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ഉപസംഹാരമായി പറയുകയാണെങ്കിൽ കാഴ്ചയെ കരുതലോടെ സംരക്ഷിക്കുമെന്നും മറ്റൊരാൾക്ക് വെളിച്ചമേകാൻ നേത്രദാനത്തിന് തയ്യാറാകുമെന്നും ഈ അന്ധതാ നിവാരണ വാരത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
കൃത്യസമയത്തുള്ള പരിശോധനയും ശരിയായ ചികിത്സയും വഴി നമുക്ക് അന്ധതയില്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാം. അന്ധതാ നിവാരണ വാരവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സോഫിയ ഡാനിയൽ. അവതരണം അഞ്ജന പുതിയമഠം.